മലയാളികൾക്കൊക്കെ സുപരിചിതമായ ഒരു പേരാണല്ലോ ലൂസിഫർ. ലൂസിഫറെ പോലുള്ള അനേകർ ഇക്കാലത്തുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അവർ തങ്ങളുടെ താല്പര്യം ദൈവഹിതത്തിനു മേൽ വെച്ച് ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യവംശത്തിൻ്റെ പാപം അതുതന്നെയാണ്. 2 വഴികൾ മാത്രമേ മനുഷ്യൻ്റെ മുൻപിലുള്ളൂ. 1 ദൈവത്തിൻ്റെ വഴി, 2 മനുഷ്യൻ്റെ വഴി. ഏത് തിരഞ്ഞെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശത്രു തന്നെയാണ് ദൈവജനത്തിൻ്റെയും ശത്രു. പിശാചിനെക്കുറിച്ചും അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചുമുള്ള സാമാന്യമായ അറിവ് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവജനത്തിന് ആവശ്യമാകുന്നു. ബൈബിളിലുടനീളം ദൈവിക പദ്ധതികൾക്ക് സമാന്തരമായി പൈശാചിക പ്രവർത്തനങ്ങളും നമ്മൾക്ക് ദർശിക്കുവാൻ കഴിയുന്നു. പിശാചിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അവൻ്റെ ന്യായവിധിയെക്കുറിച്ചുമുള്ള ചില വെളിപ്പെടുത്തലുകളാണ് യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യനെ ചതിച്ച് പാപത്തിൽ വീഴ്ത്തിയ സാത്താൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ അല്ലെങ്കിൽ പ്രേതങ്ങൾ എന്ന പേരിൽ അലഞ്ഞു നടക്കുമോ? ദൈവം പിശാചിനെ സൃഷ്ടിച്ചതാണോ? ഇങ്ങനെ തിന്മയെക്കുറിച്ചും തിന്മയുടെ നേതാവായ സാത്താനെക്കുറിച്ചും അനേകം ചോദ്യങ്ങൾ നാം കേൾക്കാറുണ്ട്. ഒരുപക്ഷെ താങ്കളുടെ മനസ്സിലും ഈ വിധത്തിലുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന യെശയ്യാപ്രവചനം 14-ാം അധ്യായം ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. ഏതെങ്കിലും കെട്ടുകഥകളിലൂടെ നാം കേട്ടുപരിചയിച്ച കാര്യങ്ങൾ അല്ല, യഥാർത്ഥമായി എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗം. യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിലെ പ്രതിപാദ്യം ബാബേലിൻ്റെ ഒടുവിലത്തെ നാശത്തിന് ശേഷം സ്ഥാപിക്കപ്പെടുന്ന സഹസ്രാബ്ദ രാജ്യവും സാത്താൻ്റെ ആരംഭവും അവൻ്റെ ന്യായവിധിയും പലസ്തീൻ്റെ മേലുള്ള ഭാരവുമാണ്, അല്ലെങ്കിൽ ശാപവുമാണ്, ന്യായവിധിയാണ്. 13-ാം അധ്യായത്തിൽ ആരംഭിച്ച ബാബേലിൻ്റെ മേലുള്ള ഭാരത്തിൻ്റെ അല്ലെങ്കിൽ ന്യായവിധിയുടെ തുടർച്ചയാണിത്. ബാബേലിൻ്റെ മേലുള്ള ഭാരം വാസ്തവത്തിൽ അതിന്മേലുള്ള ന്യായവിധി തന്നെയാണ്. ദൈവത്തിൻ്റെ ന്യായവിധി വീണ അനേകം രാഷ്ട്രങ്ങളിൽ ഒന്നാമത്തേതായിരുന്നു ഈ ബാബേൽ. ദൈവം ന്യായം വിധിച്ച ഈ ഓരോ രാഷ്ട്രങ്ങൾക്കും അഥവാ ജാതികൾക്കും ഇസ്രായേലുമായി എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടായിരുന്നു. ഒന്നുകിൽ അവർ അയൽക്കാർ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ബന്ധമാകാം. ഈ 14-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. തിന്മയുടെ ആരംഭവും അതിൻ്റെ ന്യായവിധിയും ഒടുവിൽ തിന്മയെ എന്നേക്കുമായി ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുന്നതുമാണ് ഈ ഭാഗത്തെ വിഷയം. വളരെ പ്രധാനപ്പെട്ട വിഷയം. ലോകവ്യാപകവും നിത്യതയോട് ബന്ധപ്പെട്ടതുമായ വസ്തുതകളുടെ ആവിഷ്കരണമാണ് പ്രാദേശിക സാഹചര്യങ്ങളിലൂടെയും രാഷ്ട്രങ്ങളിലൂടെയും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബേലിൻ്റെ ഒടുവിലത്തെ ന്യായവിധിയെക്കുറിച്ചുള്ള സന്തോഷകരമായ കുറിപ്പോടെയാണ് ഈ അധ്യായം വാസ്തവത്തിൽ ആരംഭിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള ഭയവും അപകടങ്ങളും നീക്കിക്കൊണ്ടാണ് സഹസ്രാബ്ദ രാജ്യം സ്ഥാപിതമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു ശത്രുവും വെളിയിലില്ല. അതിനുള്ള കാരണം ഇവിടെയും ഈ പുസ്തകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള ന്യായവിധിയുടെ വാക്കുകൾ വിശദമാക്കുന്നുണ്ട്. ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പരിപാടിയും ഉദ്ദേശവും നാം ഇവിടെ കാണുന്നതാണ്. ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒരു സമ്മിശ്രമാണ് ഈ 14-ാം അധ്യായം. ദൈവരാജ്യത്തിൻ്റെ പരമാനന്ദത്തിൽ നിന്നും നരകത്തിൻ്റെ ശിക്ഷയിലേക്കുള്ള മാറ്റം ഈ അധ്യായത്തിൽ കാണാം. സാത്താനെയും തിന്മയുടെ പ്രശ്നത്തെയും ഇത് നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നു.
ബാബേലിൻ്റെ അന്തിമനാശത്തെക്കുറിച്ചും വിശദമായൊരു വിവരണം നമുക്കിവിടെയുണ്ട്. വലിയ വിഷയങ്ങളും ശക്തമായ വൈരുദ്ധ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഈ അധ്യായം അവസാനിക്കുന്നത് ആഹാസ് രാജാവിൻ്റെ പെട്ടെന്നുള്ള മരണത്തെയും പലസ്തീനിൻ്റെ മേൽ വന്ന ന്യായവിധിയെയും സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇസ്രായേലിൻ്റെ ഭാവിയിലെ യഥാർത്ഥ നന്മയും രാജ്യത്തിൻ്റെ സമാധാനവുമാണ് ആദ്യത്തെ 8 വാക്യങ്ങളിൽ നാം കാണുന്നത്. 1-ാം വാക്യം നമുക്ക് നോക്കാം. യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തെരഞ്ഞെടുത്ത് സ്വദേശത്തവരെ പാർപ്പിക്കും. അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്നുകൊള്ളും. ഈ വാക്യം അന്ത്യസമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിനെ അവരുടെ മണ്ണിൽ വീണ്ടും കൂട്ടിച്ചേർക്കുമെന്ന് ദൈവം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ പ്രവചനം പൂർത്തിയായതായി നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇസ്രായേൽ തങ്ങളുടെ ദേശത്ത് യഥാസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ മറ്റ് രാജ്യങ്ങളുമായി യാതൊരു പ്രശ്നങ്ങളും അവർക്കുണ്ടാകില്ല. മാത്രമല്ല, സഹായത്തിനായി പിന്നെ ആരുടെ അടുത്തും അവർ പോകില്ല. ഇന്ന് എത്രയിടത്താണ് അവർ സഹായത്തിനായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? അന്ന് കർത്താവായ യേശുക്രിസ്തു മാത്രമായിരിക്കും അവിടെ ഭരണം നടത്തുക. അവനായിരിക്കും അവരുടെ സഹായം. ദൈവവചനത്തിൻ്റെ വാഗ്രൂപമായ ദൈവശ്വാസീയത വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അനേകരുണ്ട്. എന്നിട്ട് അവർ നേരെ തിരിഞ്ഞ് ഈ ഭാഗം അക്ഷരികമായി വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ പ്രവചനത്തിൻ്റെ പരമാർത്ഥവും അക്ഷരികവുമായ നിവൃത്തിയെ നിങ്ങൾ തള്ളിക്കളയുന്നുവെങ്കിൽ തിരുവചനത്തിൻ്റെ ദൈവശ്വാസീയതയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്. 2-ാം വാക്യം നോക്കിക്കാട്ടെ. ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായും അടക്കിക്കൊള്ളും. തങ്ങളെ ബദ്ധന്മാരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. അന്യജാതിക്കാർ അവരെ പലസ്തീനിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നത്രേ പറയുന്നത്. എന്നാൽ ഈ സമയം വരെയും യഥാർത്ഥത്തിൽ ജാതികൾ അവർക്ക് തടസ്സം നിൽക്കുകയാണ്. ഇത് നമുക്കെല്ലാം അറിയാം. അതെ, ഈ പ്രവചനം ഇതുവരെ നിവൃത്തിയായിട്ടില്ല. എന്നാൽ യഹൂദന്മാർ ലോകത്തെല്ലായിടവും ചിതറപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ സഹോദരങ്ങൾ സ്വന്തം ദേശത്ത് തിരിച്ചെത്തണമെന്ന ആഗ്രഹത്തോടെ അവർക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജാതികൾ അവരെ ഈ കാര്യത്തിൽ സഹായിക്കുന്നില്ല. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ. യഹൂദന്മാർ ഇന്ന് തങ്ങളുടെ ദേശത്ത് വ്യസനത്തിലും ഭീതിയിലുമാണ്. തെരുവുകളിൽ പട്ടാളക്കാർ റോന്തു ചുറ്റുന്നു. കാരണം ഭീതി. വ്യസനത്തിൽ നിന്നും ഭീതിയിൽ നിന്നും ഇതുവരെ ആ രാജ്യത്തിന് വിശ്രമം കിട്ടിയിട്ടില്ല. ബോംബിൻ്റെ ഭീഷണി, ഡ്രോണിൻ്റെ ഭീഷണി, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീ ബാബേൽ രാജാവിനെക്കുറിച്ച് ഈ പാട്ട് ചൊല്ലും. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി, സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി. ഇവിടെ ബാബേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അന്ത്യനാളിൽ ബാബേൽ കേന്ദ്രമാക്കി വരുന്ന മഹാശത്രുവിനെക്കുറിച്ചാണെന്ന് ഞാൻ കരുതുന്നു. ഇസ്രായേലിൻ്റെ മുഴുവൻ ശത്രുക്കളെയും ഇത് പ്രതിനിധാനം ചെയ്യുന്നു അന്ന്. എന്നാൽ ബാബേൽ ഇസ്രായേലിൻ്റെ നിരന്തരം ശത്രുവായിരുന്നു. 5-ഉം 6-ഉം വാക്യങ്ങളിലേക്ക് വരാം. 5-ാം വാക്യം, യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. വംശങ്ങളെ ഇടവിടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ജാതികളെ കോപത്തോടെ ഭരിക്കുകയും ചെയ്തവനെ തന്നെ. മഹാപീഡനത്തിൻ്റെ അന്ത്യത്തിലെ ന്യായവിധിയെക്കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. ന്യായവിധി നടക്കേണ്ടതുണ്ട്. ഭൂമി ന്യായം വിധിക്കപ്പെടും. അനീതി ഇവിടെ എത്രയും അധികമാകുന്നു എന്നോർക്കണം. കർത്താവായ യേശുക്രിസ്തു തന്നെ അന്ത്യന്യായവിധി നടത്തും. 7-ഉം 8-ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു. അവർ ആർത്തുപാടുന്നു. സരളവൃക്ഷങ്ങളും ലബാനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ച്
നീ വീണ് കിടന്നത് മുതൽ ഒരു വെട്ടുകാരനും ഞങ്ങളുടെ നേരെ കയറി വരുന്നില്ല എന്ന് പറയുന്നു. ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും ഇതുവരെ നിറവേറിയിട്ടില്ല. ഹർമഗദോൻ യുദ്ധത്തിനും കർത്താവിൻ്റെ വീണ്ടും വരവിനും ശേഷം ഭൂമിയിൽ സമാധാനവും വിശ്രാമവും ഉണ്ടാകും. വ്യസനത്തിന് പകരം പാട്ടുണ്ടായിരിക്കും. കരച്ചിൽ രാത്രിയിൽ മാത്രം. സന്തോഷത്തിൻ്റെ പ്രഭാതം വന്നിരിക്കുന്നു. ലോകത്തിൻ്റെ അവസാനത്തെ ഭരണാധികാരിയെ നരകത്തിൽ തള്ളിയിടുന്നതിനെക്കുറിച്ചാണ് ഇനിയും നാം കാണുന്നത്. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 9-ാം വാക്യം. നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുപോയി എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. പാതാളം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന് ശവക്കുഴി എന്നോ യാതനാസ്ഥലമെന്നോ ആണ് അർത്ഥം. ഇവിടെ യാതനാസ്ഥലം എന്ന അർത്ഥമാണ് യോജിക്കുന്നത് എന്ന് തോന്നുന്നു. മനുഷ്യൻ്റെ എല്ലാ ആഡംബരവും ഉയർച്ചയും ഇല്ലാതായിരിക്കുന്നു. ഇനിയും സാത്താൻ്റെയും തിന്മയുടെയും ഉത്ഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ ഒരു വിശേഷ സൃഷ്ടി അഹങ്കാരം മൂലം എത്ര നികൃഷ്ടമായി തീരുന്നു എന്നതിൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. 12-ാം വാക്യം, 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ശുക്രൻ അഥവാ ലൂസിഫർ സാത്താൻ തന്നെയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ലൂസിഫർ ഇവൻ തന്നെ. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ കാണുന്നത് ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും മനോഹര രൂപിയായിരുന്ന ഉന്നതനായിരുന്ന ലൂസിഫർ. പക്ഷേ അവൻ ഒരു യൂദാസായിരുന്നു. അവൻ ദൈവത്തിനെതിരെ തിരിഞ്ഞു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുകളിൽ അവൻ തൻ്റെ സ്വന്തം ഇഷ്ടത്തെ പ്രതിഷ്ഠിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു എന്ന്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന്. വീണ്ടും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ലൂസിഫർ എന്ന ഈ ജീവിയുടെ ആരംഭത്തിൻ്റെ ചിത്രമാണ് ഞാൻ വിവരിച്ചത്. സകലത്തിലും ഉന്നതമായിരുന്ന ഈ ജീവിയുടെ പാപം എന്തായിരുന്നു? എന്താണ് പാപം എന്നതാണ് ഇതേക്കുറിച്ചുള്ള വിശകലനത്തിൻ്റെ ഒടുവിൽ നാം കാണുന്നത്. ഞാനൊരു സിദ്ധാന്തം പറയുവാൻ തുനിയുന്നില്ല. എന്നാൽ വേദശാസ്ത്രപരമായി എന്താണ് പാപം? 13-14 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 14-ാം അധ്യായത്തിൻ്റെ 13-14. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഈ വാക്യങ്ങളിൽ ഞാൻ, എൻ്റെ എന്നിങ്ങനെ ലൂസിഫറിൻ്റെ 5 പ്രയോഗങ്ങൾ നാം കാണുന്നു. ദൈവത്തിനെതിരായും ദൈവഹിതത്തിന് മുകളിലുമായി 5 കാര്യങ്ങൾ താൻ ചെയ്യും എന്നത്രേ ലൂസിഫർ പറയുന്നത്. അതെ, ഭ്രൂണത്തിലുള്ള പാപമാണിത്. ദുഷ്ടതയുടെ ആവിർഭാവം അഥവാ പരിണാമം ഇതാണ്. മനുഷ്യന് പരിണാമമില്ല, എന്നാൽ പാപത്തിനൊരു പരിണാമമുണ്ട്. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി
തൻ്റെ ഹിതത്തെ ദൈവത്തിൻ്റെ ഹിതത്തിന് മുകളിൽ വെച്ചപ്പോഴാണ് അത് ആരംഭിച്ചത്. ധാർമ്മികമായി ഒരു സ്വതന്ത്ര സൃഷ്ടി എന്ന നിലയിൽ ഇത് ചെയ്യുവാൻ അവൻ അനുവദിക്കപ്പെട്ടിരുന്നു, സംശയമില്ല. എന്നാൽ സ്വതന്ത്രമായ ധാർമ്മിക ഇച്ഛാശക്തി ഉണ്ടെന്ന് കരുതി തനിക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാമെന്ന് പറയുന്നത് വിവരക്കേടാണ്. കാരണം സൃഷ്ടിതാവ് സൃഷ്ടിക്ക് ചില അതിർവരമ്പുകൾ നൽകിയിട്ടുണ്ട്, അത് ലംഘിച്ചുകൂടാ. ലൂസിഫറിന് സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ടായിരുന്നു, സംശയമില്ല. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കുവാൻ കഴിയുമായിരുന്നു. മനുഷ്യൻ്റെ മൂലപാപം ഇതാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. കൊലപാതകം പാപമാണ്. ദൈവം അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രകൃതത്തിനും തൻ്റെ ഹിതത്തിനും എതിരായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് അത് പാപമായിരിക്കുന്നത്. ദൈവഹിതത്തിനും ദൈവത്തിൻ്റെ പ്രകൃതത്തിനും നിരക്കാത്തത് എന്തും പാപമാണ്. അത് എന്തു തന്നെയായാലും പാപം തന്നെയാകുന്നു. ഈ നിർവചനം കൊണ്ട് താങ്കൾക്ക് താങ്കളെ തന്നെ വിലയിരുത്താവുന്നതാണ്. ആരാധനയ്ക്ക് സഭയിൽ പോകുന്നതിനാൽ തന്നെ നമ്മിൽ പലർക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പോകാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടക്കേട് ഉണ്ടാക്കാം എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ഞെട്ടിപ്പോയോ? അവരുടെ ചിന്തകൾ അത് ദൈവഹിതത്തിനെതിരായിരിക്കുമ്പോൾ തന്നെ അവർ ഭയം കൂടാതെ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നു. അതാണ് കാരണം. ഒരു നിസാര സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തോട് ഇങ്ങനെ പറയുന്നു എന്ന് കരുതുക, നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് മനസ്സില്ല, ഞാനത് ചെയ്യില്ല, എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ഞാൻ പോവുകയാണ്. ഇന്ന് മനുഷ്യൻ ദൈവത്തോട് പറയുന്നത് ഇത് തന്നെയാണ്. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ മാത്രം ചേർന്ന് പണിയപ്പെടുന്നതും ആത്മാവിലും സത്യത്തിലും ആരാധന അർപ്പിക്കപ്പെടുന്നതുമായ ആത്മീയ ഗ്രഹം എന്നത് സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. എന്നാൽ മനുഷ്യൻ തൻ്റെ സ്വന്തം ഇഷ്ടങ്ങളും തീരുമാനങ്ങളും അതിന്മേൽ വെച്ചതിൻ്റെ ഫലമായി അതിൻ്റെ ചിത്രം ഇന്നാകെ വികൃതമായിരിക്കുന്നു. കൊള്ളാം സുഹൃത്തെ, എന്നാൽ താങ്കളുടെ സ്വന്തമായ ആ വഴിയിലൂടെ ഏറെ ദൂരം ഒന്നും താങ്കൾക്ക് പോകാൻ കഴിയില്ല. കാരണം ദൈവം അതിനെ വിശകലനം ചെയ്യുവാൻ പോകുന്നു. അതുകൊണ്ട് ഓരോ ദൈവവൈതലിൻ്റെയും പ്രാർത്ഥന ഇതായിരിക്കട്ടെ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ. ദൈവഹിതത്തിനെതിരായിട്ടുള്ള എന്തും പാപമത്രേ. പിശാചിൻ്റെ പാപം നിഗളമായിരുന്നു. അവൻ പുറത്തുപോയി മദ്യം കഴിച്ചില്ല, പിടിച്ചു പറിച്ചില്ല, മോഷ്ടിച്ചില്ല, വ്യഭിചാരം ചെയ്തില്ല. അവൻ ദൈവഹിതത്തിനെതിരായി നിന്നു. അതാണ് അവൻ്റെ പാപം. പ്രകാശത്തിൻ്റെ ദൂതനായി അവനെ സൃഷ്ടിച്ചു. അവൻ അരുണോദയപുത്രനായിരുന്നു, തികഞ്ഞ സൃഷ്ടി. അവന് സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനുള്ള ധാർമ്മിക ഇച്ഛാശക്തിയും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ വളരെ നിഗളിച്ചു പോയി. സ്വയം, അതെ, അഹംഭാവം. ദൈവത്തെപ്പോലെ ആയിത്തീരാൻ അവൻ ആശിച്ചു. എന്നാൽ അവനെക്കുറിച്ചുള്ള ഉദ്ദേശം അതല്ലായിരുന്നു. പക്ഷേ ദൈവമായി തീരുവാനുള്ള അവൻ്റെ ആശ ഫലിച്ചില്ല. ലൂസിഫറെ പോലുള്ള അനേകർ ഇക്കാലത്തുണ്ട്. അവർ തങ്ങളുടെ താല്പര്യം ദൈവഹിതത്തിൻ്റെ മുകളിൽ വെച്ച് ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യവംശത്തിൻ്റെ പാപം അതുതന്നെയാണ്. 2 വഴികൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഒന്ന് ദൈവത്തിൻ്റെ വഴി, 2 മനുഷ്യൻ്റെ വഴി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇത് യേശു പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത് ഈ തത്വം തന്നെയാണ്, ദൈവത്തിൻ്റെ വഴികൾ. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിലാണ്. ദൈവത്തിൻ്റെ വായു താങ്കൾ ശ്വസിക്കുന്നു, അവിടുത്തെ സൂര്യപ്രകാശം ആസ്വദിക്കുന്നു, അവൻ തന്നിട്ടുള്ള വെള്ളം കുടിക്കുന്നു. ഇതിനൊന്നും നാം വില നൽകാൻ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതെ, നാം അവന് കടംപെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
തൻ്റെ സ്വാഭാവിക സ്ഥിതിയിൽ ദൈവത്തെ അനുസരിപ്പാൻ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ടാണ് ഒരു നഷ്ടപ്പെട്ട പാപി എന്ന നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തോട് അടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായിത്തീരും. വീണ്ടും ജനനം എന്നതിൻ്റെ അർത്ഥം അതാണല്ലോ. ഞാൻ ഇനിയും 14-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 15 മുതൽ 17 വരെ വായിക്കാം. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. ദൈവം സാത്താനെ ന്യായം വിധിക്കാൻ പോവുകയാണ്. ആ ശിക്ഷ അതിഭയങ്കരമായിരിക്കും. ഒടുവിൽ സാത്താനെ അവനായി ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടുവാൻ പോകുന്നു. ഭൂമിയിലെ ഏതൊരു മനുഷ്യൻ്റെ ചിന്തയെക്കാളും അപ്പുറമായി ദൈവം തൻ്റെ പദ്ധതിയിലും ഉദ്ദേശത്തിലും ഈ കാര്യങ്ങൾ നിവർത്തിക്കാൻ പോകുന്നു സുഹൃത്തെ. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. മറിച്ച് തൻ്റെ കരുണയും കൃപയും സ്നേഹവും നാം അനുഭവിക്കുന്നതിനാൽ അവനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. 18-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത് ബാബേലിൻ്റെ ഭാവിയിലെ മത്സരത്തെക്കുറിച്ചാണ്. ഞാനൊന്ന് വായിക്കാം. 18-ാം വാക്യം. ജാതികളുടെ സകല രാജാക്കന്മാരും ഒട്ടൊഴിയാതെ താൻ്റെ ഭവനത്തിൽ മഹത്വത്തോടെ കിടന്നുറങ്ങുന്നു. ബാബേലിനെ നിയന്ത്രിക്കുന്നത് സാത്താനാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള ഭാഗത്ത് സാത്താൻ നമ്മുടെ കർത്താവിനെ ലോകത്തിൻ്റെ സകല രാജ്യങ്ങളും അധികാരവും വാഗ്ദാനം ചെയ്ത് അവനെ പരീക്ഷിച്ചത് ഓർക്കുമല്ലോ. ബാബേൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവൻ്റേതാണ്. ഭാവിയിൽ ദൈവത്തിനെതിരായി ഒത്തുകൂടുന്ന രാജ്യങ്ങളുടെ കേന്ദ്രമായിരിക്കും ഈ ബാബേൽ. ഞാൻ ഇനി 22-ഉം 23-ഉം വാക്യങ്ങളാണ് വായിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ. ഒരു കൊലനിലം ഒരുക്കിക്കൊള്ളുവീൻ, ഞാൻ അവർക്ക് വിരോധമായി എഴുന്നേൽക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ബാബേലിൽ നിന്ന് പേരിനെയും ശേഷിപ്പിനെയും പുത്രനെയും പൗത്രനെയും ഛേദിച്ച് കളയുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ അവകാശവും നീർപ്പൊയ്കകളും ആക്കും. ഞാൻ അതിനെ നാശത്തിൻ്റെ ചൂലുകൊണ്ട് തൂത്തുവാരും എന്നും സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ബാബേൽ തകർന്ന് നശിച്ചു കിടക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രവചനം എത്ര കൃത്യമായി നിറവേറി എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ഭാവിയിൽ വീണ്ടും ബാബേൽ പണിയപ്പെടുവാൻ പോകുന്നു. മുൻപത്തെ സ്ഥാനത്തായിരിക്കില്ല എന്ന് മാത്രം, അത് വീണ്ടും ലോകശക്തിയായി തീരും. ദൈവത്തിനെതിരായി ഉയർത്തപ്പെടുന്ന വേറൊരു ബാബേൽ ഗോപുരമായി അത് മാറും. വീണ്ടും ദൈവം ഇറങ്ങി വന്ന് അതിനെ ന്യായം വിധിക്കുവാൻ പോകുന്നു. അത് അന്ത്യന്യായവിധിയായിരിക്കും. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്ത് എന്നറിയേണ്ടതിനാണ് ഈ സത്യങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. 24-ഉം 25-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അശൂർ പ്രതിനിധാനം ചെയ്യുന്നത് വടക്ക് നിന്നുള്ള രാജാവിനെയാകുന്നു എന്നാണ് നാം അവിടെ കാണുന്നത്. ഇനിയും 14-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ബാബേലിന്മേൽ വരുവാൻ ഇരിക്കുന്ന ന്യായവിധിയുടെ വിശദാംശങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗികമായി മാത്രമേ അത് നിറവേറിയിട്ടുള്ളൂ. ഇനിയും അത് തികച്ചും അക്ഷരികമായി നിറവേറേണ്ടതുണ്ട്. ഇനി നാം കാണുന്നത് പലസ്തീൻ്റെ ഭീകരമായ ഉപേക്ഷണമാണ്. 28-ാം വാക്യം, 14-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ ഈ പ്രവാചകം ഉണ്ടായി. ആഹാസിൻ്റെ മരണശേഷമാണ് പലസ്തീനിൻ്റെ മേലുള്ള ന്യായവിധി വെളിപ്പെട്ടത്. ഇത് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കൊള്ളരുതാത്ത രാജാവായ ആഹാസ് 16 വർഷം രാജ്യം ഭരിച്ചിരുന്നു. അവന് ശേഷം രാജ്യം ഭരിക്കുന്നത് ആഹാസിനെ പോലെ ദുഷ്ടനായ ഒരു രാജാവായിരിക്കുമെന്നാണ് അവിടുത്തെ ജനങ്ങൾ കരുതിയത്. എങ്കിലും നല്ലൊരു രാജാവ് വരാനുള്ള സാധ്യത അവർ പ്രതീക്ഷിക്കാതിരുന്നുമില്ല. 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സകല ഫലസ്തീയ ദേശവുമായുള്ളവയെ, നിന്നെ അടിച്ചവൻ്റെ വടി ഒടിഞ്ഞിരിക്കൊണ്ട് നീ സന്തോഷിക്കേണ്ട. സർപ്പത്തിൻ്റെ വേരിൽ നിന്ന് ഒരു അണലി പുറപ്പെടും, അതിൻ്റെ ഫലം പറക്കുന്ന അഗ്നിസർപ്പവുമായിരിക്കും. ആഹാസിന് ശേഷം 2 നല്ല രാജാക്കന്മാർ കൂടി യഹൂദയെ വാണു. എന്നാൽ ഏറ്റവും മോശപ്പെട്ട രാജാക്കന്മാർ വരാനിരിക്കുന്നതേ ഉള്ളൂ.
കേവലം മനുഷ്യൻ്റെ ഭരണം ലോകത്തിന് പുരോഗതി ഉണ്ടാക്കുകയില്ല എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ദേശത്തും നാം അത് കാണുന്നുണ്ടല്ലോ. ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറിയാൽ ദേശത്തിന് പുരോഗതി വരുമെന്ന് നാം കണക്ക് കൂട്ടും. നാം അത് അപ്രകാരം മാറ്റുവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷേ ദേശം അഭിവൃദ്ധിപ്പെട്ടില്ല. ഇവിടെ ദൈവം ഇതിലൂടെ ജനത്തോട് പറയുകയാണ്, ആഹാസ് മരിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ സന്തോഷിക്കേണ്ട. കാര്യങ്ങൾ ഒട്ടും മെച്ചമാകാൻ പോകുന്നില്ല. ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പായി ദൈവത്തിൻ്റെ ഭയങ്കരമായ ന്യായവിധി ഇസ്രായേലിന്മേലുണ്ടാകും. ഇത് മറ്റേത് രാജ്യത്തുണ്ടാകുന്നതിലും അധികം തീഷ്ണമായിരിക്കും, ക്രൂരമായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ വെളിച്ചം കിട്ടിയത് അവർക്കാണ്. വെളിച്ചം ഉത്തരവാദിത്വത്തെ ഉണ്ടാക്കുന്നു എന്ന് മറക്കരുത്. ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം പരാജയപ്പെട്ടിരിക്കുന്നു. അതവരെ ശിക്ഷയ്ക്ക് യോഗ്യരാക്കി. പ്രിയ സുഹൃത്തെ, അഹങ്കാരത്തിൽ നിന്നുമാണ് നിഗളം ഉത്ഭവിക്കുന്നത്. ദൈവസൃഷ്ടിയിൽ വന്ന ഒന്നാമത്തെ പാപം നിഗളമായിരുന്നു. ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചെങ്കിലും അവനിലുണ്ടായ നിഗളത്തെ ദൈവം സൃഷ്ടിച്ചതല്ല. ഒരുവൻ യാതൊരു പ്രേരണയും വശീകരണവും കൂടാതെ സ്വയം ചെയ്യുന്ന പാപമാണ് നിഗളം. നിഗളിച്ച് അതിൻ്റെ കുറ്റം മറ്റാരുടെ മേലും അടിച്ചേൽപ്പിക്കുവാൻ സാധ്യമല്ല. ജീവിതത്തിൽ ദൈവത്തെ മറന്ന് ദൈവഹിതത്തിന് വിരുദ്ധമായി പോകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. അല്പകാലങ്ങൾ പിശാചിന് ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്നുവെങ്കിലും അവൻ്റെ ന്യായവിധി ഉറപ്പുള്ള വിഷയമാകുന്നു. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. തനിക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് പിശാച് തൻ്റെ സർവശക്തിയുമായി മനുഷ്യരെ ചതിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. വ്യക്തികളെയും രാജ്യങ്ങളെയും ലോക സംവിധാനങ്ങളെയും ഒക്കെയും അവൻ അതിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്യന്തമായ ശക്തി ആവശ്യമാകുന്നു.